പ്രമാണം. അപ്പം ആദ്യം പ്രമാണത്തിൻ്റെ ലക്ഷണം പറയാണ്. പ്രമാകരണം പ്രമാണം. പ്രമായാഹ കരണം, പ്രമയുടെ കരണമാണ്, കാരണമാണ് പ്രമാണം. പ്രമയ്ക്ക് അസാധാരണമായിട്ടുള്ള, പ്രമയുടെ അസാധാരണമായിട്ടുള്ള കാരണത്തെയാണ് പ്രമാണം എന്ന് പറയുന്നത് സാമാന്യമായിട്ട്. പ്രമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനമാണ്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം ഏതു വഴിയാണോ ഉണ്ടാകുന്നത്, ഏത് കാരണമായിട്ടാണോ ഉണ്ടാകുന്നത്, അത് പ്രമാണമാണ്. അപ്പോൾ പ്രമാണത്തിൽ നിന്നുമാണ് യഥാർത്ഥ ജ്ഞാനം ലഭ്യമാകുന്നത് എന്നർത്ഥം കിട്ടി. ഒരു പുസ്തകത്തെ നാം കണ്ണുകൊണ്ട് കാണുകയും ഇത് പുസ്തകമാണ് എന്നുള്ള ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് പുസ്തകമാണ് എന്ന ജ്ഞാനം യഥാർത്ഥ ജ്ഞാനമാണ്. ആ യഥാർത്ഥ ജ്ഞാനത്തിന് കാരണമായി തീർന്നത് നമ്മുടെ കണ്ണുകളാണ്, ചക്ഷുസ്സാണ്. അതുകൊണ്ട് ചക്ഷുസ് എന്ന പ്രമാണം വഴി പുസ്തകം എന്ന യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി. അപ്പോൾ പുസ്തകം എന്ന യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ കരണമാണ് ചക്ഷുസ്. അതുകൊണ്ട് ആ ചക്ഷുസിനെ പ്രമാണം എന്ന് പറയാം. ഇങ്ങനെ പ്രമാണത്തിൻ്റെ ലക്ഷണം പറഞ്ഞു. പ്രമ എന്നത് ഏത് വഴി ഉണ്ടാകുന്നുവോ അത് പ്രമാണമാണ് എന്ന്. അപ്പോൾ എന്താണ് പ്രമ എന്ന് ഒരു ജിജ്ഞാസയുണ്ടാകും. പ്രമ എന്നാൽ യഥാർത്ഥ ജ്ഞാനം. അപ്പോൾ ആ പ്രമയ്ക്ക് ഒരു ലക്ഷണം പറയണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശാസ്ത്രത്തിൽ ഓരോ വസ്തുവിനും ലക്ഷണം പറയുന്ന രീതി ഉണ്ട്. ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഓരോ വസ്തുക്കൾക്കും, ഓരോ പദാർത്ഥത്തിനും ലക്ഷണം പറയും. ഇപ്പോൾ ആകാശം തുടങ്ങി 5 ഭൂതങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ആകാശം? വായു, അഗ്നി, ജലം, പൃഥ്വി. അപ്പോൾ എന്താണ് ആകാശം എന്ന് ചോദിച്ചാൽ ആ ആകാശത്തെ നിർവചിക്കാൻ ഒരു ലക്ഷണം വേണം. ആകാശത്തിൻ്റെ സ്വരൂപം പറയാൻ ഒരു ലക്ഷണം വേണം. അല്ലെങ്കിൽ എന്താണ് വായു എന്ന് ചോദിച്ചാൽ ആ വായുവിന് ഒരു പ്രത്യേക ലക്ഷണം വേണം. അങ്ങനെ ഓരോ വസ്തുക്കൾക്കും ലക്ഷണം പറയുന്ന ഒരു രീതി ശാസ്ത്രത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രമാണം എന്ന ആ ഒരു പദാർത്ഥം, എന്താണ് പ്രമാണം എന്ന് ചോദിച്ചാൽ ആ പ്രമാണം എന്നുള്ളതിന് ഒരു ലക്ഷണം പറയണം. അതാണ് പ്രമാകരണം പ്രമാണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രമാ എന്നാൽ യഥാർത്ഥ ജ്ഞാനം എന്നതിൻ്റെ അർത്ഥം പറയാം. പക്ഷേ എന്താണ് പ്രമ എന്ന് നമ്മൾ അതിനെ നിർവചിക്കണമെങ്കിൽ, അതിൻ്റെ ഒരു സ്വരൂപം പറയണമെങ്കിൽ അവിടെ ഒരു ലക്ഷണം പറയണം. ലക്ഷണം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ചോദിച്ചാൽ ലക്ഷണം എന്നുള്ളത് 3 ദോഷങ്ങൾ കൂടാത്തതായിരിക്കണം. ദോഷത്രയരഹിതമായിരിക്കണം. 3 ദോഷങ്ങൾ അതിൽ വരാൻ പാടില്ല. ഏതൊക്കെയാണ് ആ ദോഷങ്ങൾ? അതിവ്യാപ്തി, അവ്യാപ്തി, അസംഭവം. ഇതാണ് 3 ദോഷങ്ങൾ. ലക്ഷണം പറയുമ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ലക്ഷ്യം, മറ്റൊന്ന് ലക്ഷണം. നാം എന്തിൻ്റെ ലക്ഷണമാണോ പറയാൻ പോകുന്നത്, ഏത് പദാർത്ഥത്തിൻ്റെ ലക്ഷണമാണോ പറയാൻ പോകുന്നത്, അതാണ് ലക്ഷ്യം. നാം പറയപ്പെടുന്ന, കണ്ടെത്തുന്ന ലക്ഷണം ലക്ഷ്യത്തിൽ മാത്രമാണ് നിൽക്കേണ്ടത്. അത് ലക്ഷ്യത്തിൽ നിൽക്കാതെ അലക്ഷ്യത്തിലേക്കും പോയി കഴിഞ്ഞാൽ അതിവ്യാപ്തി എന്ന ദോഷം വരും. ഉദാഹരണത്തിന് ആകാശത്തിൻ്റെ ലക്ഷണം പറയുമ്പോൾ അത് ആകാശത്തിൽ മാത്രം ആ ലക്ഷണം നിൽക്കാതെ വായുവിലേക്കും ഒക്കെ ആ ലക്ഷണം പോയി കഴിഞ്ഞാൽ അത് വായു മുതലായിട്ടുള്ളവ അലക്ഷ്യങ്ങളാണ്. ആകാശം മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ അലക്ഷ്യമായിട്ടുള്ള വായു മുതലായവയിലേക്കും ആ ലക്ഷണം സമന്വയിക്കുന്നുണ്ട് എങ്കിൽ അത് അതിവ്യാപ്തി എന്ന ദോഷത്തോടു കൂടിയതാണ്. അപ്പോൾ ആ ലക്ഷണത്തിന് അതിവ്യാപ്തി എന്ന ദോഷം വന്നു. അതുപോലെ നാം പറയുന്ന ലക്ഷണം ലക്ഷ്യത്തിൽ എല്ലായിടത്തും എത്തണം. ചിലയിടത്ത് ലക്ഷണം സമന്വയിക്കുകയും ചിലയിടത്ത് ലക്ഷണം വരാതിരിക്കുകയും ചെയ്താൽ അവ്യാപ്തി എന്ന ദോഷം വരും. ഉദാഹരണത്തിന് പശുവിൻ്റെ ലക്ഷണം പറയുമ്പോൾ ചുവന്ന കളറുള്ളതാണ് പശു എന്ന് ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വർണ്ണങ്ങളുള്ള കറുപ്പ്, വെളുപ്പ് തുടങ്ങിയ മറ്റു വർണ്ണങ്ങളുള്ള പശുക്കളിൽ ഈ ലക്ഷണം എത്തുകയില്ല. അതായത് ലക്ഷ്യത്തിൽ തന്നെ ഉള്ളവയാണ് ഈ മറ്റു വർണ്ണങ്ങളിലുള്ള പശുക്കളും.
കറുപ്പ്, വെളുപ്പ് തുടങ്ങിയിട്ടുള്ള. അപ്പോൾ ലക്ഷ്യത്തിൽ തന്നെ ചില സ്ഥലത്ത് ലക്ഷണം സമന്വയിക്കുന്നു. അതായത് ചുവന്ന പശുക്കളിൽ മാത്രം ലക്ഷണം സമന്വയിക്കുകയും ചില സ്ഥലങ്ങളിൽ ലക്ഷണം സമന്വയിക്കുകയുമില്ല. കറുപ്പ്, വെളുപ്പ് തുടങ്ങിയ നിറമുള്ള പശുക്കളിൽ ഈ ലക്ഷണം എത്തുകയില്ല. അതുകൊണ്ട് ലക്ഷ്യത്തിൽ ഒരു ഭാഗത്ത് മാത്രം നിൽക്കുകയും എല്ലാ ഭാഗത്തും എത്താതെ വരികയും ചെയ്യുന്നത് കൊണ്ട് ഇവിടെ അവ്യാപ്തി എന്ന ദോഷം വരുന്നു. ഇനി നാം പറയുന്ന ലക്ഷണം ലക്ഷ്യത്തിൽ ഒരിടത്തും സംഭവിക്കുന്നില്ല, ലക്ഷ്യത്തിലെ ആ ലക്ഷണം സംഭവിക്കുകയില്ല. അങ്ങനെ വന്നാൽ അസംഭവം എന്ന ദോഷമാണ് വരുന്നത്. ഉദാഹരണത്തിന് 4 കൊമ്പുള്ളതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൊമ്പുള്ളതാണ് മനുഷ്യൻ എന്ന് മനുഷ്യൻ്റെ ലക്ഷണം പറഞ്ഞാൽ മനുഷ്യർക്കാർക്കും കൊമ്പില്ല. അപ്പോൾ ലക്ഷ്യമാകുന്ന മനുഷ്യനിൽ ഒരിടത്തും ഈ ലക്ഷണം സംഭവിക്കാത്തത് കൊണ്ട് അസംഭവം എന്ന ദോഷമാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അതിവ്യാപ്തി, അവ്യാപ്തി, അസംഭവം, ഈ 3 ദോഷങ്ങളും വരാതിരിക്കുമ്പോൾ മാത്രമാണ് അതിനെ ലക്ഷണമെന്ന് പറയാൻ പറ്റുക. ഗന്ധത്തോടു കൂടിയതാണ് പൃഥ്വി, ഭൂമി എന്ന് ഭൂമിക്ക്, പൃഥ്വിക്ക് ലക്ഷണം പറയുന്നുണ്ട്. ഈ ലക്ഷണം ലക്ഷ്യത്തിൽ എല്ലായിടത്തും എത്തുന്നത് കൊണ്ട് അതിവ്യാപ്തി എന്ന ദോഷമില്ല. അതുപോലെ തന്നെ ലക്ഷ്യത്തിൽ ഒരിടത്ത് മാത്രം നിൽക്കുന്നില്ല, അതുകൊണ്ട് അവ്യാപ്തി എന്ന ദോഷവുമില്ല. ലക്ഷ്യം വിട്ട് പുറത്തേക്ക് പോകാത്തത് കൊണ്ട് അതിവ്യാപ്തി എന്ന ദോഷമില്ല. ലക്ഷ്യത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് അസംഭവം എന്ന ദോഷവുമില്ല. അപ്പോൾ 3 ദോഷങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഗന്ധവതി പൃഥ്വി എന്നത് പൃഥ്വിയുടെ, ഗന്ധവത്വം എന്നത് പൃഥ്വിയുടെ ലക്ഷണമാകുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പ്രമയുടെ ലക്ഷണമാണ്. യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ലക്ഷണം ചർച്ച ചെയ്യണം. പ്രമാണത്തിൻ്റെ ലക്ഷണ ചർച്ച കഴിഞ്ഞു. നമുക്ക് പലതരത്തിലുള്ള ജ്ഞാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലത് സംശയജ്ഞാനമാണ്, ചിലത് ഭ്രമജ്ഞാനമാണ്, ചിലത് യഥാർത്ഥ ജ്ഞാനമാണ്. അങ്ങനെ പലതരത്തിലുള്ള ജ്ഞാനം ഉണ്ട്. അപ്പോൾ ഈ ഓരോ ജ്ഞാനത്തെയും നമുക്ക് അതിൻ്റെ ലക്ഷണം പറഞ്ഞ് അതിനെ നിർവചിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രകൃതത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. എന്താണ് യഥാർത്ഥ ജ്ഞാനം? ആ യഥാർത്ഥ ജ്ഞാനത്തെ പ്രമ എന്ന ശബ്ദം കൊണ്ടാണ് ഇവിടെ പറയുന്നത്. സാധാരണ നിലയ്ക്ക് നമുക്ക് ലക്ഷണം പറയുമ്പോൾ ഒരു ലക്ഷണം പറഞ്ഞാൽ മതി. എന്നാൽ ഇവിടെ 2 ലക്ഷണം പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ചില ദാർശനികന്മാർ സ്മൃതി യഥാർത്ഥ ജ്ഞാനമായിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സ്മൃതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ലക്ഷണം പറയണം. ചില ദാർശനികർ സ്മൃതിയെ യഥാർത്ഥ ജ്ഞാനമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്മൃതിയെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഒരു ലക്ഷണം പറയണം. അങ്ങനെ 2 തരത്തിൽ ലക്ഷണം. തത്ര സ്മൃതി വ്യാവൃത്തം പ്രമാത്വം അനധിഗത അബാധിത വിഷയജ്ഞാനത്വം. ആദ്യമായിട്ട് സ്മൃതിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ലക്ഷണമാണ് പറയുന്നത് സ്മൃതി വ്യാവൃത്തം എന്ന്. സ്മൃതി വ്യാവൃത്തം എന്ന് പറഞ്ഞാൽ സ്മൃതി ഭിന്നം എന്നർത്ഥം. അപ്പോൾ ഈ ലക്ഷണം കൊണ്ട് സ്മൃതിയെ ഉദ്ദേശിക്കുന്നില്ല, സ്മൃതിയെ യഥാർത്ഥ ജ്ഞാനമായിട്ട് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ഈ ലക്ഷണം സ്മൃതിയിലേക്ക് പോകാനും പാടില്ല. അങ്ങനെ സ്മൃതിയിലേക്ക് ഈ ലക്ഷണം പോയാൽ അതിവ്യാപ്തി എന്ന ദോഷം വന്നു ചേരും. അപ്പോൾ പ്രമയുടെ ലക്ഷണമാണ് അനധിഗത അബാധിത വിഷയജ്ഞാനത്വം. അനധിഗതവും അബാധിതവുമായിട്ടുള്ള വിഷയത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം അല്ലെങ്കിൽ പ്രമ എന്ന് പറയുന്നത്. ഇവിടെ അനധിഗതം എന്ന പദം കൊടുത്തിരിക്കുന്നത് സ്മൃതിയിൽ അതിവ്യാപ്തി എന്ന ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്മൃതിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. അനധിഗതം എന്ന് പറഞ്ഞാൽ അധിഗതമല്ലാത്തത്, മുമ്പുണ്ടായ ജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകാത്തത് എന്നർത്ഥം. ഇപ്പോൾ സ്മൃതി എന്ന് പറയുന്നത് അനുഭവ ജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അനുഭവ ജ്ഞാനജന്യമാണ് സ്മൃതി. അപ്പോൾ മുമ്പുണ്ടായിട്ടുള്ള അനുഭവ ജ്ഞാനത്തിൽ നിന്നുമാണ് സ്മൃതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്മൃതി എന്ന് പറയുന്നത് അധിഗതമായിട്ടുള്ള ജ്ഞാനമാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അനധിഗതമാണ്. ഇപ്പം മുമ്പുണ്ടായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകാത്തതാണ്
ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അനധിഗതം. അപ്പം അതുകൊണ്ട് അനധിഗതം എന്ന് പറയുമ്പോൾ സ്മൃതി അധിഗതമായതുകൊണ്ട് സ്മൃതിയിലേക്ക് ഈ ലക്ഷണം പോകില്ല. അപ്പോൾ സ്മൃതിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ അനധിഗതം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിശേഷണം പറയുന്നത് അബാധിതം ആയിരിക്കണം, അബാധിതമായിട്ടുള്ള വസ്തുവിൻ്റെ ജ്ഞാനം. ഇപ്പോൾ നമുക്ക് ഭ്രമജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥ ജ്ഞാനം വന്നു കഴിയുമ്പോൾ ആ ഭ്രമജ്ഞാനം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് കയറിനെ കണ്ടിട്ട് പാമ്പാണ് എന്ന് ഭ്രമജ്ഞാനമുണ്ടായി. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി കഴിയുമ്പോൾ, ഇത് കയറാണ് എന്നുള്ള ജ്ഞാനം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ പാമ്പ് എന്നുള്ള ജ്ഞാനം അവിടെ നിവർത്തിക്കപ്പെടും. അപ്പോൾ യഥാർത്ഥ ജ്ഞാനത്തെ കൊണ്ട് അവിടെ ബാധ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ മറ്റൊരു ജ്ഞാനത്തെ കൊണ്ട് ബാധ എവിടെയാണോ സംഭവിക്കാത്തത്, നിവൃത്തി എവിടെയാണോ സംഭവിക്കാത്തത്, അങ്ങനെയുള്ള വസ്തുവിൻ്റെ ജ്ഞാനമാണ് അബാധിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനധിഗതവും അബാധിതവുമായിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ജ്ഞാനം പ്രമേയായിരിക്കും, അത് യഥാർത്ഥ ജ്ഞാനമായിരിക്കും. ഇപ്പോൾ ഒരു പുസ്തകത്തെ കണ്ടിട്ട് ഇത് പുസ്തകമാണ് എന്ന ജ്ഞാനമുണ്ടാകുന്നു. ഇത് അനധിഗതമാണ്, മറ്റൊരു ജ്ഞാനത്തിൽ നിന്നും ഉണ്ടായതല്ല, അതുകൊണ്ടിത് അനധിഗതമാണ്. അതുപോലെ തന്നെ ഇത് പുസ്തകമാണ്, ഇത് പുസ്തകമല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ആ ജ്ഞാനത്തിൻ്റെ നിവൃത്തി, അതിന് ബാധ സംഭവിക്കുന്നുമില്ല, അതിന് നാശം സംഭവിക്കുന്നുമില്ല. അതുകൊണ്ടിത് അബാധിതവുമാണ്. അപ്പം അനധിഗതവും അബാധിതവുമായതുകൊണ്ട് ഇത് പുസ്തകമാണ് എന്നുള്ള ജ്ഞാനം യഥാർത്ഥ ജ്ഞാനമാണ്, അല്ലെങ്കിൽ പ്രമയാണ്. ഇനി സ്മൃതിയെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ ലക്ഷണം പറയുന്നു, സ്മൃതി സാധാരണം എന്ന്. സ്മൃതിയെയും കൂടി ചേർത്തിട്ടുള്ള ലക്ഷണമാണ്. അതായത് ഇനി പറയുന്ന പ്രമാലക്ഷണം സ്മൃതിക്കും ബാധകമാണ്. സ്മൃതിയെയും നമ്മൾ പ്രമയായിട്ട് അംഗീകരിക്കുന്നു എന്നർത്ഥം. അബാധിത വിഷയജ്ഞാനത്വം, മുമ്പ് പറഞ്ഞ ലക്ഷണത്തിൽ അനധിഗതം എന്ന പദം ഒഴിവാക്കി കഴിഞ്ഞാൽ അബാധിത വിഷയജ്ഞാനത്വം എന്ന് കിട്ടി. അതാണ് രണ്ടാമത്തെ ലക്ഷണം, അത്രയുമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അനധിഗതം എന്ന പദം ചേർത്തത് തന്നെ സ്മൃതിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്മൃതിയിൽ അതിവ്യാപ്തി എന്ന ദോഷം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം മുമ്പ് അബാധിതം എന്ന പദത്തിന് എന്താണോ അർത്ഥം പറഞ്ഞത് അതേ അർത്ഥമാണ് ഇവിടെയും സ്വീകരിക്കേണ്ടത്. ഈ ലക്ഷണത്തിന് പൂർവപക്ഷികൾ ചില സ്ഥലങ്ങളിൽ ചില ദോഷങ്ങൾ ആശങ്കിക്കുന്നുണ്ട്. അതാണ് ഇനി പറയുന്നത്. ധാരാവാഹിക ബുദ്ധോ അവ്യാപ്തി. ധാരാവാഹിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ധാരാവാഹിക ജ്ഞാനം എന്നർത്ഥം. ഒരു വിഷയത്തിൻ്റെ ജ്ഞാനം തുടർച്ചയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരേ വിഷയത്തിൻ്റെ ജ്ഞാനം തന്നെ ഉണ്ടാവുകയാണെങ്കിൽ, ധാരയായിട്ടുണ്ടാവുകയാണെങ്കിൽ അതിനെ ധാരാവാഹിക ജ്ഞാനം എന്ന് പറയും. കുറേ നേരത്തേക്ക് പുസ്തകത്തിൻ്റെ ജ്ഞാനമാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ അതിനെ ധാരാവാഹിക ജ്ഞാനം എന്ന് പറയാം. ആ ധാരാവാഹിക ജ്ഞാനവും യഥാർത്ഥ ജ്ഞാനമാണ്. അപ്പോൾ പ്രമേയുടെ ലക്ഷണം പറയുമ്പോൾ ഈ ധാരാവാഹിക ജ്ഞാനത്തിലേക്കും ലക്ഷണം എത്തണം. അപ്പോൾ ആ ധാരാവാഹിക ജ്ഞാനത്തിൽ ലക്ഷണം എത്തിയില്ലെങ്കിൽ ലക്ഷ്യത്തിൽ എല്ലായിടത്തും ലക്ഷണം വരാതെ വന്നാൽ ഉണ്ടാകുന്ന ദോഷമാണ് അവ്യാപ്തി. അപ്പോൾ അവ്യാപ്തി എന്ന ദോഷം വരും. അപ്പോൾ പൂർവപക്ഷികൾ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രമാലക്ഷണം അനധിഗത അബാധിത വിഷയജ്ഞാനത്വം എന്ന ഒന്നാമത്തെ ലക്ഷണം, സ്മൃതി സാധാരണമായിട്ടുള്ള സ്മൃതി വ്യാവൃത്തമായിട്ടുള്ള ലക്ഷണം, അതിന് അവ്യാപ്തി എന്ന ദോഷമുണ്ട് എന്നാണ്. ധാരയായിട്ട് ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പല ക്ഷണങ്ങളായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യ ക്ഷണത്തിൽ പുസ്തകത്തിൻ്റെ ജ്ഞാനം, രണ്ടാമത്തെ ക്ഷണത്തിലും പുസ്തകത്തിൻ്റെ ജ്ഞാനം, മൂന്നാമത്തെ ക്ഷണത്തിലും പുസ്തകത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ രണ്ടാമത്തെ ക്ഷണത്തിലുണ്ടാകുന്ന പുസ്തകജ്ഞാനത്തിന് കാരണം ആദ്യ ക്ഷണത്തിലെ പുസ്തകജ്ഞാനമാണ്. അപ്പോൾ മുമ്പുണ്ടായ ജ്ഞാനത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് പിന്നീട് വരുന്ന ക്ഷണങ്ങളിലുണ്ടാകുന്ന ജ്ഞാനം. അപ്പോൾ അതുകൊണ്ട് ഈ ധാരാവാഹിക ജ്ഞാനം എന്ന് പറയുന്നത് അനധിഗതം എന്ന് പറയാൻ പറ്റില്ല, അത് അധിഗതമാണ്. അതുകൊണ്ട് അവിടെ അനധിഗതം എന്ന അംശം വരാത്തത് കൊണ്ട് ധാരാവാഹിക ജ്ഞാനം അവ്യാപ്തി എന്നതോ ധാരാവാഹിക ജ്ഞാനത്തിൽ അവ്യാപ്തി വരുന്നു. നമ്മൾ പറഞ്ഞ ലക്ഷണം അവിടെ
സമന്വയിക്കുന്നില്ല. അതാണ് പൂർവക്ഷികൾ പറയുന്നത്. അവിടെ നമ്മളതിന് സമാധാനം പറയുന്നത് ഓരോ ക്ഷണത്തിലും ഉണ്ടാകുന്ന ജ്ഞാനം വ്യത്യസ്തങ്ങളാണ്. ആദ്യ ക്ഷണത്തിലുണ്ടാകുന്ന ജ്ഞാനം ആദ്യക്ഷണ വിശിഷ്ടമാണ്, രണ്ടാം ക്ഷണത്തിലുണ്ടാകുന്ന ജ്ഞാനം ദ്വിതീയ ക്ഷണ വിശിഷ്ടമാണ്. അതുകൊണ്ട് അവിടെ അനധികതമായിട്ടുള്ള ജ്ഞാനം തന്നെയാണ് ഉണ്ടാകുന്നത്, അധികതമല്ല എന്നാണ് സമാധാനം താൽക്കാലികമായിട്ട് പറയുന്നത്. മുഖ്യമായിട്ടുള്ള സമാധാനം പിന്നീട് പറയുന്നു. വസ്തുതഃ ധാരാവാഹിക ബുദ്ധിസ്ഥലെ ജ്ഞാനഭേദ നാസ്തി. വാസ്തവത്തിൽ ധാരാവാഹിക ജ്ഞാനത്തിൽ, ധാരാവാഹിക ബുദ്ധിയിൽ ജ്ഞാനഭേദം ഇല്ല. ഒരൊറ്റ ജ്ഞാനം മാത്രമാണ് അവിടെ ഉള്ളത്. ആദ്യ ക്ഷണത്തിലുള്ള ജ്ഞാനം, രണ്ടാം ക്ഷണത്തിലുള്ള ജ്ഞാനം, അല്ലെങ്കിൽ പ്രഥമക്ഷണ വിശിഷ്ടം, ദ്വിതീയ ക്ഷണ വിശിഷ്ടം എന്ന് വേറെ വേറെ ജ്ഞാനങ്ങളില്ല, ഒറ്റ ജ്ഞാനമേ ഉള്ളൂ. അതിൻ്റെ കാരണം പറയാണ്, യാവത് ഘടസ്ഫുരണം താവത് ഘടാകാര അന്ധക്കരണവൃത്തി ഏകായവ. എത്ര സമയമാണോ ഒരു വസ്തു, ഇപ്പോൾ ഘടമെന്ന് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, യാവത് ഘടസ്ഫുരണം, ഘടത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നത്, ഘടം സ്ഫുരിക്കുന്നത്, താവത് അത്രയും കാലം ഘടാകാര അന്ധക്കരണവൃത്തി, ഘടമായിട്ട് പരിണമിച്ചിട്ടുള്ള അന്ധക്കരണവൃത്തി, മനോവൃത്തി ഒന്നു മാത്രമാണ്. അപ്പോൾ എത്ര നേരം അന്ധക്കരണവൃത്തി ഒന്നായിട്ട് നിൽക്കുന്നുവോ അത്രയും നേരം ആ ഒരു വസ്തുവിൻ്റെ ജ്ഞാനമേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ 10 ക്ഷണവും ഘടാകാരമായിട്ടാണ് അന്ധക്കരണവൃത്തി നിൽക്കുന്നതെങ്കിൽ അവിടെ ഘടം എന്ന വസ്തുവിൻ്റെ ജ്ഞാനം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇനി എപ്പോഴാണ് ഈ ഘടജ്ഞാനത്തിന് മാറ്റമുണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഘടമൊഴിച്ച് മറ്റു വസ്തുക്കളുടെ ജ്ഞാനം വരുമ്പോഴാണ്. സ്വവിരോധി വൃത്തി ഉത്പത്തി പര്യന്തം വൃത്തേഹ സ്ഥായിത്വം സ്വീക്രിയതേ. ഈ ഘടാകാരമായിട്ട് നിൽക്കുന്ന ഈ അന്ധക്കരണ വൃത്തിക്ക് എപ്പോൾ മാറ്റം വരാം, എപ്പോൾ വരെ ഇത് സ്ഥിരമായിട്ട് നിൽക്കും എന്ന് ചോദിച്ചാൽ, സ്വവിരോധി വൃത്തി ഉത്പത്തി പര്യന്തം, ഘടമൊഴിച്ച് മറ്റു വസ്തുക്കളുടെ ജ്ഞാനമുണ്ടാകുന്നു, പുസ്തകജ്ഞാനമുണ്ടാകുന്നു, പുഷ്പത്തിൻ്റെ ജ്ഞാനമുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വിരോധി വൃത്തിയാണ്. ഇതൊഴിച്ച് മറ്റ് ജ്ഞാനമെല്ലാം ഇതിൻ്റെ വിരോധി ജ്ഞാനമാണ്. ഇപ്പോൾ വിരോധി വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഘടാകാര അന്ധക്കരണ വൃത്തി ഇല്ലാതാവുന്നു. അപ്പോൾ അതുവരെ മാത്രമേ ഇതിന് സ്ഥിരതയുള്ളൂ. ഘടാദീനാം മിഥ്യാത്വേപി തജ്ഞാനം പ്രമായവ. എല്ലാ വസ്തുക്കളും മിഥ്യയാണ് എന്നാണ് വേദാന്തികൾ പറയുന്നത്. എന്ന് വെച്ചാൽ അത് ബാധിക്കപ്പെടും, അതില്ലാത്തവയാണ്. അങ്ങനെയാണെങ്കിൽ ഘടാദികൾ, ഘടം തുടങ്ങിയിട്ടുള്ള, കുടം തുടങ്ങിയിട്ടുള്ളവയൊക്കെ അവയുടെ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനമാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നൊരു ശങ്കയുണ്ട്. അതിന് സമാധാനം പറയുകയാണ്, ബ്രഹ്മസാക്ഷാത്കാര അനന്തരം ഹി ഘടാദീനാം ബാധഃ. എല്ലാ വസ്തുക്കളും മിഥ്യയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ എല്ലാ വസ്തുക്കളുടെയും ബാധ സംഭവിക്കുന്നത് എപ്പോഴാണ്? ബ്രഹ്മജ്ഞാനത്തിന് ശേഷമാണ്. ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മാനുഭവം ഉണ്ടായതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ബ്രഹ്മ അനുഭവം ഉണ്ടാകുന്നതുവരെ, ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതുവരെ ഇതെല്ലാം സത്യമായിട്ട് തന്നെ കണക്കാക്കണം. അതുകൊണ്ട് എല്ലാ വസ്തുക്കളും മിഥ്യയാണ് എങ്കിലും ബ്രഹ്മജ്ഞാനം കിട്ടുന്നത് വരെ അത് സത്യമായിട്ട് തന്നെ വേണം കണക്കാക്കാൻ. എങ്ങനെയാണോ സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കളൊക്കെ സത്യമല്ല എങ്കിലും ഉണരുന്നത് വരെ അവയെല്ലാം നാം സത്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഉണർന്നതിന് ശേഷമാണ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നും അത് സത്യമല്ലായിരുന്നു എന്നും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് വരെ എല്ലാം സത്യമായിട്ട് നാം കണക്കാക്കുന്നത് പോലെ ബ്രഹ്മജ്ഞാനം കിട്ടുന്നത് വരെ എല്ലാം സത്യമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ദശ എന്ന് പറയുന്നത് സംസാരദശയാണ്, അജ്ഞാനദശയാണ്. അപ്പോൾ ഘടപടാദികൾക്ക്, ഒരു വസ്തുക്കൾക്കും സംസാരദശയിൽ ബാധയില്ല, അതിന് നിവൃത്തിയില്ല, നാശമില്ല. ഇപ്പം ലക്ഷണത്തിൽ അബാധിതാർത്ഥ വിഷയജ്ഞാനത്വം എന്ന്, അബാധിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാധ സംഭവിക്കരുത്, അതായത് നാശം സംഭവിക്കരുത്. അങ്ങനെയുള്ള അബാധിതം എന്ന പദത്തിൻ്റെ അർത്ഥം എങ്ങനെ എടുക്കണം? ഒരിക്കലും ബാധ സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല. കാരണം ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശേഷം സകല വസ്തുക്കളും ബാധിക്കപ്പെടും, അവയെല്ലാം ഇല്ലാതായി തീരും. അതുകൊണ്ട്
അബാധിതം എന്ന പദം കൊണ്ട് ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല എന്നല്ല അർത്ഥമെടുക്കേണ്ടത്. സംസാരദശായാം അബാധിതത്വം വിവക്ഷിതം. ഈ അജ്ഞാനദശയിൽ അജ്ഞാനം മാറുന്നത് വരെ, ജ്ഞാനം കിട്ടുന്നത് വരെ ബാധയില്ല, അവയ്ക്ക് ഈ വസ്തുക്കൾക്കൊന്നും നിവൃത്തിയില്ല എന്ന് വേണം അർത്ഥമെടുക്കാൻ. യഥാ ദേഹ ആത്മാ ഇതി ജ്ഞാനം ആത്മജ്ഞാനപര്യന്തം പ്രമാ ഭവതി തഥാ ഘടാദിജ്ഞാനം അപി. അതിനൊരു ഉദാഹരണം പറയാണ്. ദേഹാത്മപ്രത്യയ. അപ്പം ആത്മജ്ഞാനം കിട്ടുന്നത് വരെ പലരും കണക്കാക്കുന്നത്, മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ശരീരം ആത്മാവാണ്, ദേഹം ആത്മാവാണ് എന്നുള്ള ബോധമാണ്. അപ്പോൾ ദേഹം ആത്മാവാണ് എന്നുള്ളത് ജ്ഞാനമായിട്ട് തന്നെ കണക്കാക്കുന്നു ബ്രഹ്മജ്ഞാനം കിട്ടുന്നത് വരെ. അപ്പോൾ ബ്രഹ്മജ്ഞാനം കിട്ടുന്നത് വരെ ദേഹം ആത്മാവാണ് എന്നുള്ളത് സത്യമായിട്ട് ആണ് എല്ലാവരും കരുതുന്നത്. അതുപോലെ തന്നെ മറ്റു വസ്തുക്കളുടെ ജ്ഞാനവും ബ്രഹ്മജ്ഞാനം കിട്ടുന്നത് വരെ സത്യമാണ് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദേഹാത്മപ്രത്യോ യദ്വത് പ്രമാണത്വേന കൽപ്പിതഃ ലൗകികം തദ്വദേവേദം പ്രമാണം തു ആത്മനിശ്ചയാത്. ദേഹത്തിലുള്ള ആത്മബുദ്ധി, ദേഹമാണ് ആത്മാവെന്നുള്ള ആ ഒരു ജ്ഞാനം ആത്മജ്ഞാനം ഉണ്ടാകുന്നത് വരെ സത്യമായി കണക്കാക്കുന്നു. അതുപോലെ എല്ലാ